മണിയാറിൽ കാർബറാണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പ്, തമിഴ്നാട്ടിലുള്ള മുരുകപ്പ ഗ്രൂപ്പാണത്. അവര് മണിയാറിൽ 12 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ BOT അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കേരള ഗവൺമെന്റുമായി കരാർ ഒപ്പിടുകയുണ്ടായി. കഴിഞ്ഞ 30 വർഷമായി ഒരു യൂണിറ്റിന് 50 പൈസ നിരക്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ് കാർബറാണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പ്. 30 വർഷത്തിന്റെ കാലാവധി തീരുന്നത് 2024 ഡിസംബർ 30-നാണ്. 21 ദിവസത്തിന് മുമ്പ് നോട്ടീസ് കൊടുക്കണം. കാരണം BOT ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഇത് കേരള ഗവൺമെന്റിലേക്ക് ഡിസംബർ 30-ന് കാർബറാണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പ് കൈമാറേണ്ടതാണ്. ഇതുവരെ ഗവൺമെന്റ് നോട്ടീസ് കൊടുത്തിട്ടില്ല. 12 മെഗാവാട്ട് ഇപ്പോൾ കേരള ഗവൺമെന്റിന് കിട്ടിയാൽ ഇന്ന് അനുഭവിക്കുന്ന വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരു ചെറിയ തോതിലെങ്കിലും പരിഹാരമുണ്ടാക്കാം. 1991-ൽ നയനാർ ഗവൺമെന്റ് കാലത്ത് ഇത് ഒപ്പിട്ടത് കാർബറാണ്ടത്തിന്റെ വ്യവസായ ആവശ്യങ്ങൾക്കും ബാക്കി വരുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിനും കൊടുക്കാൻ വേണ്ടിയായിരുന്നു. BOT അടിസ്ഥാനത്തിൽ ഇതിന്റെ കാലാവധി ഡിസംബർ 30-ന് തീരുകയാണ്. ആ ഡിസംബർ 30-ന് തീരുമ്പോൾ ഈ പദ്ധതി ഗവൺമെന്റിലേക്ക് വരേണ്ടതാണ്. ഗവൺമെന്റിലേക്ക് വരണം എന്നുള്ളത് നിർബന്ധ ബുദ്ധിയുള്ള കാര്യമാണ്. എന്നാൽ വൈദ്യുതി മന്ത്രിയും വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് ഇവർക്ക് അടുത്ത 25 വർഷം കൂടി നീട്ടി നൽകാനുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്.